ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ അമ്മമ്മത് വയ്യട്ടെ കേട്ടോ, കണ്ണോളൂ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ഇന്നത്തെ ചെമ്പനീർ പൂവിൽ അങ്ങനെ വിമലയും ആദ്യം കൂട്ടിയിട്ട് പോവാതെ സുധീയുടെ സച്ചിയുടെയൊക്കെ വീട്ടിൽ ചന്ദ്രോദയത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണത് സച്ചി കാണുമ്പോൾ പറയും, ഞാൻ ഇത് എന്തായി കാണുന്നത്? നമ്മൾ അപ്പോൾ ശ്രുതി എന്താ ചോദിക്കുമ്പോൾ പറയാമല്ലോ, ഞാൻ ഇത് പാർലേട്ടത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്, പാർലേട്ടത്തിക്ക് ഇങ്ങനെ ഒരു മനസ്സൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി. എന്നിട്ട് സച്ചി പറയണം, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മളൊരിക്കലും മനുഷ്യനെ പുറമേ നിന്ന് അളക്കരുത്, ഉള്ളുകൊണ്ട് മനുഷ്യന്മാർ വ്യത്യസ്തരാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് സച്ചി. അത് കഴിഞ്ഞ് ശ്രുതി ഭക്ഷണം വാരി കൊടുത്തു. അത് കഴിയുമ്പോഴേക്ക് രേവതി വന്നപ്പോൾ സച്ചി വലിയ കാര്യത്തിൽ പറയണ രേവതിയോട്, രേവതി പാർലറേട്ടത്തിയാണ് ഇന്ന് ആദിക്ക് ഭക്ഷണം വാരി കൊടുത്തത്. അതിന് എന്താ സച്ചിയേട്ടാ, എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അമ്മയുണ്ട് എന്ന് പറയാണ് രേവതി. അത് കഴിഞ്ഞു. എന്നിട്ട് രേവതി ആൻറ്റിയോട് വർത്താനം പറയണം, ആൻറ്റിയോട് ഇന്ന് പോകണ്ട, അല്ല നാളെ പോകണ്ട, എന്തായാലും ആദ്യയുടെ കണ്ണിലത്തെ കെട്ടയച്ചാലും നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് അത് തീരെ പറ്റുന്നില്ല. ശ്രുതി എങ്ങനെയെങ്കിലും അവർ ഒഴിവാക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണല്ലോ. അപ്പോൾ രേവതി ഇത് പറയുമ്പോൾ ശ്രുതിക്ക് തീരെ പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി ഈ ദേഷ്യം വന്നിട്ടിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ശ്രീകാന്തും വർഷയും കൂടിയിട്ട് ജോലി കഴിഞ്ഞിട്ട് വരണം. അപ്പോൾ നിങ്ങളെന്ന് എന്താ നേരത്തെ ചോദിക്കുമ്പോൾ വർഷ പറയും, എൻ്റെ ഡബ്ബിങ് നേരത്തെ കഴിഞ്ഞു രേവതിച്ചി, അപ്പോൾ ഞാൻ വരണ വഴിക്ക് ശ്രീകാന്തിനും കൂട്ടിയിട്ട് വന്നതാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ രേവതി പറയും, ഞാൻ ആൻറ്റിയോട് പറയായിരുന്നു ഇപ്പം തന്നെ പോകേണ്ട, 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി, കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയായിരുന്നു എന്ന് പറയാണ് രേവതി. ആ സമയത്ത് ശ്രുതി മനഃപൂർവ്വം ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന പാലും ഗ്ലാസ് കൈകൊണ്ട് തട്ടിയിടേണ്ടത് ശ്രീകാന്ത് കാണുമ്പോൾ ശ്രുതി പറയും, ഞാൻ അപ്പോൾ തട്ടി വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുമ്പോൾ ശ്രുതി പറയും, ഞാൻ മനഃപൂർവ്വം അല്ല, അറിയാതെ എൻ്റെ കൈ തട്ടിയതാണെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് വർഷം കൂട്ടിയിട്ട് ഞങ്ങൾ ഫ്രഷായിട്ട് വരാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ ശ്രീകാന്ത് അകത്ത് പോയിട്ട് വർഷയോട് പറയും, വർഷേ ശ്രുതി ചേച്ചിക്ക് അവരവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടമില്ല, കാരണം ശ്രുതി ചേച്ചി മനഃപൂർവ്വമാണ് ഗ്ലാസ് തട്ടിയിട്ടത്, ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോൾ വർഷ പറയും, അല്ല ശ്രീകാന്തിന് തോന്നിയതാണ് പറയുമ്പോൾ, അല്ല വർഷ സത്യമായിട്ട് ഞാൻ കണ്ടതാന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് അപ്പോൾ വർഷ പറയും, എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ തന്നെ ചോദിച്ചിട്ട് വരാം പറഞ്ഞിട്ട് വർഷ ശ്രുതിയുടെ അടുത്ത് ചോദിക്കാൻ ചെല്ലുകയാണ്. എന്നിട്ട് വർഷപ്പെട്ട് ശ്രുതിയോട് ചോദിക്കും, ചേച്ചിക്ക് ഇഷ്ടമാവില്ല അവരിവിടെ നിൽക്കുന്നത്, ചേച്ചി റൂം പോയതിൻ്റെ സങ്കടമല്ലേ ചേച്ചിക്ക്, അങ്ങനെയാണെങ്കിൽ ചേച്ചി അവരോട് തുറന്ന് പറ, എത്ര ദിവസം കണ്ണിലത്തെ ബാൻഡേജ് അയച്ചാൽ നാളെ പോകാൻ പറ എന്നൊക്കെ പറയണ വർഷ. അപ്പോൾ ശ്രുതി ആകെ പെട്ടു. ശ്രുതിക്ക് മനസ്സിലായി കൂടുതൽ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് ശ്രുതിക്ക് മനസ്സിലാണ്. അപ്പോൾ ശ്രുതി അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുക എന്നൊക്കെ ചോദിക്കണമെന്ന് ഞാൻ പറയാൻ പറഞ്ഞിട്ട് വർഷ പറയാൻ പോണ സമയത്ത് ശ്രുതി പറയും, വേണ്ട വർഷേ, ഒരു ദിവസം കൂടിയല്ലേ, സാരമില്ല, അത് കഴിഞ്ഞിട്ട് അവർ നിൽക്കുന്നുണ്ട് പോകണ്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാമെന്ന് പറയും. അത് കഴിയുമ്പോഴേക്കും ചന്ദ്രമതിയും ഭർത്താവും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ശ്രുതി അപ്പോൾ ഇതിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് സച്ചി അതേ പാസ് ചെയ്തുകൊണ്ട്, അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പാർലേട്ടത്തി എനിക്കെല്ലാം മനസ്സിലാവും കേട്ടോ, ഞാൻ ഒന്നും മനസ്സിലാവാത്തതെന്ന് വിചാരിക്കേണ്ട, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്കൊരു വാണിങ്ങും കൊടുത്തിട്ട് സച്ചി പോവാണ്. അപ്പോൾ ശ്രുതി ആകെ കുഴപ്പത്തിലാവണം. ശ്രുതി സച്ചി ഇവനെല്ലാം മനസ്സിലാക്കിയിരിക്കുമോ, ഇവനെന്തെങ്കിലും മനസ്സിലായിണ്ടോ, ഇവന് സംശയം തോന്നുമോ, ദൈവമേ ഇനി സൂക്ഷിക്കണം എന്നൊക്കെ പറയണം ശ്രുതി. അത് കഴിഞ്ഞിട്ട് വാവയുടെ അടുത്തേക്ക് പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയും ഭർത്താവും കൂടി അമ്പലത്തിൽ പോയിട്ട് വന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭർത്താവ് പറയും, രവീന്ദ്രൻ പറയും, ചന്ദ്രൻ ഞാൻ അശോകൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഓട്ടോയിൽ തന്നെ രവീന്ദ്രൻ തിരിച്ചു പോകും. ചന്ദ്രമതി വീട്ടിലേക്ക് കയറാൻ നേരത്തെ എന്താ കാണണമെന്നറിയാം, അകത്തേക്ക് കയറുമ്പോൾ സോഫയിലിരിക്കണം ആദ്യമോനെയാണ് കാണുന്നത്. അത് കാണുന്നതോടുകൂടി ചന്ദ്രമതിക്ക് ദേഷ്യം വരുമോ, ഇവരെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടില്ലേ, എന്ത് പണിയായി ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറുമ്പോൾ ശ്രുതിനെ വിളിക്കും. ശ്രുതി വരും, ശ്രുതി നീയല്ല എന്നോട് പറഞ്ഞു ഇവരെ പറഞ്ഞു വിടാൻ, എന്നിട്ട് ഇവർ പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും, ആൻറ്റി അത് ഞാൻ എന്താ ചെയ്യുക, അപ്പോഴേക്കും സച്ചി വന്നു എന്നൊക്കെ പറയാണ്. അപ്പം സച്ചി വന്ന് 100 ഒഴിവുകളോട് പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ അത്ര കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രവിയേട്ടനെയും കൂട്ടിയിട്ട് പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ചീത്ത പറയണു. ആ സമയത്ത് ആദ്യം ചോദിക്കേണ്ടത് ആരാ, അത് ചോദിക്കുമ്പോൾ വന്ന് കയറിയിരിക്കണ്ട, ഞെളിഞ്ഞൊത്തി സോഫയിൽ ഇറങ്ങിപ്പോടാ ചെറുക്ക, എന്താ അവൻ്റെ വീട് പോലെ കയറിയിരിക്കണം, വലിഞ്ഞു കയറി വന്നവരും എന്നൊക്കെ പറഞ്ഞിട്ട് ആദീനെ പിടിച്ച സോഫയിൽ നിന്ന് വലിച്ച് താഴത്തേക്കിട്ടാണ് ചന്ദ്രമതി. താഴത്തേക്ക് വീണ ആദീനെ ശ്രുതി പിടിച്ച് നീപ്പിക്കുന്നു. അപ്പോൾ ശ്രുതിയുടെ സ്വന്തം മോനെ ഒരാൾ ദ്രോഹിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. ആ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെൻ്റെ കഥ കേട്ട് ഇഷ്ടമായി കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്